Hi all, this is Tanya here again. Welcome to part 2 of my journey to Australia. ഞാൻ ആക്ച്വലി എൻ്റെ ഹയർ സ്റ്റഡീസ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് അബ്രോഡിൽ പോകാമെന്ന് ഒരു ഡിസിഷൻ വന്ന ടൈമിൽ ഓസ്ട്രേലിയ വാസ് നോട്ട് മൈ ഫസ്റ്റ് ചോയ്സ്. എല്ലാവരും പോകുന്ന പോലെ കാനഡ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ചോയ്സ്. പക്ഷേ അവിടെ നമുക്ക് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. 2 ഇയേഴ്സിൻ്റെ അങ്ങനത്തെ ഒരു കോഴ്സ് ഇല്ലായിരുന്നു അവിടെ മാസ്റ്റേഴ്സ്. അപ്പം ഈ ഏജൻസിക്കാരാണെങ്കിൽ നമ്മളിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നു സർട്ടിഫിക്കേഷൻ കോഴ്സസ് അല്ലെങ്കിൽ PG ഡിപ്ലോമ ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് ബാച്ചിലേഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. 2018 ഞാൻ പാസ് ഔട്ടായി മാർച്ചിൽ. ആൻഡ് ഞാൻ ജൂൺ ജൂലൈ ആ ഒരു ഇൻടേക്കിന് പോകാനാണ് വിചാരിച്ചിരുന്നത്. ബട്ട് ആ സമയത്ത് കാനഡയിലൊന്നും ശരിയാവുന്നില്ലായിരുന്നു. എനിക്ക് കോഴ്സസ് ഒന്നും അവിടെ സെറ്റ് ആവുന്നില്ലായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ MCA ചെയ്യാം എന്നുള്ള ഒരു ഇതാണ്. ബിക്കോസ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു വേസ്റ്റ് മൈ 1 ഇയർ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഓസ്ട്രേലിയ പോലും പിക്ചറിലില്ലായിരുന്നു ആ ടൈമിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ഇരുന്നു. അപ്പം MCAയുടെ നമുക്ക് ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു എക്സാമിൻ്റെ ഡേറ്റ് വരെ കഴിഞ്ഞ് പോയി. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർ MCAക്ക് പോയി, ചില ആൾക്കാർ പുറത്തോട്ട് വന്നു. ഞാനവിടെ സ്റ്റക്കായി നിന്ന ഒരു ടൈമായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ 2018 മറ്റേ ഫ്ലഡൊക്കെ വന്നു, എയർപോർട്ട് ഷട്ട് ഡൗൺ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല. അങ്ങനെ ഒരു ഫ്യൂ മന്ത്സ് അങ്ങനെ പോയി ആ ഇയർ തന്നെ. അപ്പോഴാണ് പിന്നെ ഓസ്ട്രേലിയ ഒരു ഓപ്ഷൻ ആക്കി എടുത്തുകൂടാ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഓസ്ട്രേലിയക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഫസ്റ്റ്ലി അത്ര ദൂരമില്ല കാനഡ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും ഡിസ്റ്റൻസ് ഇല്ല, പിന്നെ ടൈം ഡിഫറൻസ് കുറവാണ്, പിന്നെ കാനഡ പോലെ അത്ര തണുപ്പില്ല. അങ്ങനെയൊക്കെ ഞാൻ ഓരോ പോയിന്റ്സ് കണ്ടുപിടിച്ച് എന്നെ തന്നെ ആശ്വസിപ്പിച്ച് പിന്നെ ഓസ്ട്രേലിയ പോകാം എന്നുള്ളൊരു പ്ലാൻ വന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയിലാണെങ്കിൽ മാസ്റ്റേഴ്സ് ഉണ്ട്, എനിക്ക് ആവശ്യമുള്ള എൻ്റെ കോഴ്സ് ഉണ്ട്. എല്ലാം കൂടെ വന്നപ്പോൾ അങ്ങനെയാണ് ഓസ്ട്രേലിയ ചൂസ് ചെയ്തത്.